പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി എന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ചൊവ്വാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കാൻ ഇരിക്കെയാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഭീകരാക്രമണങ്ങൾ, നീറ്റ് ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. സർക്കാരിന് പാർലമെന്റ് നന്നായി പ്രവർത്തിക്കണമെന്നില്ലെന്ന് RJD MP മനോജ് ജാ വിമർശിച്ചു. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി ആവശ്യപ്പെട്ട് JDU, YSR കോൺഗ്രസ് പാർട്ടികൾ രംഗത്ത് വന്നു. വിഷയത്തിൽ TDP മൗനം പാലിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പാർലമെന്റ് സുഗമമായ നടത്തിപ്പിന് സഹകരണം സർക്കാർ ആവശ്യപ്പെട്ടു. സർക്കാരിനെ പ്രതിനിധീകരിച്ച കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, കിരൺ റിജിജു, അർജുൻ റാം മേഘ്വാൾ, JP നദ്ദ എന്നിവർ പങ്കെടുത്തു. और बहुत अच्छा बजट लेकर के आएंगे, सब इसका इंतजार है. कल इकोनॉमिक सर्वे पेश किया जाएगा 22 जुलाई को और 23 को जनरल यूनियन बजट 2024-25 पेश किया जाएगा. കോൺഗ്രസിൽ നിന്ന് ജയറാം രമേശ്, കൊടിക്കുന്നിൽ സുരേഷ്, ഗൗരവ് ഗൊഗോയ്, പ്രമോദ് തിവാരി എന്നിവർ യോഗത്തിന് എത്തി. കേരളത്തിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്, സന്തോഷ് കുമാർ, ET മുഹമ്മദ് ബഷീർ, NK പ്രേമചന്ദ്രൻ, ജോസ് കെ മാണി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. Rajnath Singh ji and Nadda ji also attended the meeting, and also Kiran Rijiju was conduct the meeting. But the Congress party, opposition parties, Congress party and also DMK, Samajwadi party also raised so many issues. But government did not give any assurance. തൃണമൂൽ കോൺഗ്രസ് MPമാർ സർവകക്ഷി യോഗത്തിലെത്തിയില്ല. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെയും നിർമ്മല സീതാരാമന്റെ 7ാമത്തെയും കേന്ദ്ര ബജറ്റാണ് മറ്റന്നാൾ അവതരിപ്പിക്കാൻ പോകുന്നത്. റിപ്പോർട്ടർ, ദില്ലി.